അസിസ്റ്റന്റ് പട്ടാള തലവൻ ശത്രു തലവൻ അതാ ശമർ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മുറിവേറ്റ ഇമാമിന്റെ നെഞ്ചിലങ്ങോട്ട് കയറി ഇവൻ അവിടെ സുഖമായിരിക്കുക. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഇമാം ചോദിക്കുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഈ സമയം ഏതാണെന്ന് അറിയാവോ? എടോ, നിനക്കതറിയണോ? അവസാന ഘട്ടമാണല്ലോ. പറയാ, വെള്ളിയാഴ്ചയാ, നട്ടുച്ചയാ. ആ സമയത്ത് മഹാൻ ചോദിച്ചു, കൂട്ടുകാരാ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ജുമുഅത്ത് പള്ളികളിലുള്ള മിമ്പറുകളിൽ നിന്ന് ഈ അവിടെയുള്ള ഓരോരോ ഖതീബുമാരും മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവരുടെ പ്രിയപ്പെട്ട കുടുംബത്തെയും വാഴ്ത്തി പറയുന്ന സമയത്ത്, കൂട്ടുകാരാ, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഒന്ന് മാറിയിരുന്നാൽ എനിക്കൊന്ന് പിടഞ്ഞു മരിക്കാലോ. അപ്പോഴേക്കും ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാമിന്റെ മുസ്തഫ തങ്ങൾ 1000 ചുടുചുംബനം അർപ്പിച്ച മുഖത്ത് കാർക്കിച്ചങ്ങട്ട് തുപ്പി നിറച്ചു. അപ്പോഴാണ് മഹാൻ ചോദിക്കുന്നത്, കൂട്ടുകാരെ, കയ്യെത്താവുന്ന ദൂരത്ത് യൂഫ്രട്ടീസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഒരല്പം വെള്ളം എടുത്ത് ഈ അവസാന ഘട്ടത്തിൽ ഈ വായിലേക്കൊന്ന് ഒഴിച്ചു തന്നാൽ എനിക്കത് കുടിച്ചിട്ട് മരിക്കാലോ. അപ്പോഴേക്കും ഇവൻ എന്ത് ചെയ്തു? അരയിൽ നിന്ന് മൂർച്ചയുള്ള ഒരു കടാരങ്ങട്ട് വലിച്ചൂരി. എന്നിട്ട് ഇമാമിന്റെ ശരീരത്തിൽ ഉണ്ടല്ലോ അമ്പ് തറച്ച ഒരുപാട് മുറിവുകൾ, അതുപോലത്തെ ഒരു മുറിയിൽ കടാരങ്ങട്ട് ഇറക്കി മുറി ഇങ്ങോട്ട് വലുതാക്കി. അപ്പോഴതാ രക്തം വല്ലാതെ അങ്ങോട്ട് ഒഴുകുന്നു. അത് കൈക്കൊമ്പിളിലാക്കി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മതിയായോ? ദാഹം തീർന്നില്ലേ? എന്ത് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ടവരെ? എന്ത് ചെയ്യാൻ കഴിയും? ബഹുമാനപ്പെട്ടവരൊക്കെ അനുഭവിച്ച് അല്പനിമിഷങ്ങൾക്കകം അതാ അപ്പുറത്ത് നിന്ന് ഓടി കിതച്ച് സമീപത്തേക്ക് വരുന്ന പട്ടാളത്തലവൻ അംർ. അസിസ്റ്റന്റ് നെഞ്ചിലാണല്ലോ. കണ്ട ഉടനെ തന്നെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി താമസം വേണ്ട, നിമിഷങ്ങൾക്കകം കാച്ചിക്കള. ആ നിമിഷം പ്രിയപ്പെട്ടവരെ, ഇവനതാ തന്റെ കടാരൊന്നുകൂടി എടുത്ത് റെഡിയാക്കി. എന്നിട്ടതാ ശറഫാക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പേരക്കുട്ടിയുടെ ആ ഗളത്തിൽ ആ കടാരങ്ങോട്ട് വെച്ച് ഊറ്റത്തോടു കൂടി 2 സൈഡിലേക്ക് അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ഉടലിൽ നിന്ന് ശിരസതാ വേർപെട്ട് കിടക്കുകയാണ്. പൊട്ടിച്ചിരിക്കുന്നവർ ഒരു ഭാഗത്ത്. എന്തൊരു രംഗമാണ്! ആ സമയത്താണ് കൂട്ടുകാരുണ്ട് വരുന്നുണ്ട്. ഇന്നലെ നമ്മൾക്ക് പറഞ്ഞ സംഭാവനയും കാര്യമൊന്നും നല്ല രൂപത്തിൽ നിങ്ങളൊക്കെ അവരോട് സഹകരിക്കുക. നല്ല സംഭാവന കൊടുത്ത് പരിപാടിയൊക്കെ വിജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നല്ല നല്ല കാര്യങ്ങളൊക്കെ പലതും അവർക്ക് ഇനിയും ചെയ്യണം. അതിനൊക്കെ നിങ്ങൾ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും കൊടുക്കി, നല്ല സംഭാവന കൊടുക്കി. ബഹുമാനപ്പെട്ട ഇമാമിന്റെ കഴുത്ത് മുറിച്ച് വേർപെടുത്തിയിരിക്കുക. എന്നിട്ടോ പിന്നീട് അംർ ശമറിന് നിർദ്ദേശം കൊടുക്കുന്നത് എന്താ? ശമറേ മുറിക്കണം, ശമറേ മുറിക്കണം, ഇക്കാണും ഗളവും പിന്നെ എന്നെ മുന്നിൽ നീ ക്ഷണമിൽ തന്നെ 2 ശിരസ്സും ഒരുമിത്ത് കുത്തിപ്പീടിക്കാലോ കേമം തന്നെ. നമ്മിൽ ഭാഗ്യം ഇന്നേ. സമരേ മുറിക്കണം, സമരേ മുറിക്കണം, ഇക്കാണും അളവും പിന്നെ മുന്നിൽ നീ ക്ഷണമിൽ തന്നെ. 2 ശിരസ്സും ഒരുമിത്ത് കുത്തിപ്പീടിക്കാലോ കേമം തന്നെ. നമ്മിൽ വന്നല്ലോ ഭാഗ്യം നിന്നേ. കൊണ്ട് വന്നിടണം അഖിലെന്ന ബാക്കിയോരേ. അതേപോൽ ചെയ്തോ ചെന്ന പേരെ. തൊട്ടടുത്തുള്ളൊരു ഒട്ടകത്തിന്മീതെ ബന്ധിച്ചോ യാത്ര പിന്നെ. അവർ ആഘോഷ യാത്ര തന്നെ. സമരേ മുറിക്കണം, സമരേ മുറിക്കണം, ഇക്കാണും അളവും പിന്നെ മുന്നിൽ നീ ക്ഷണമിൽ തന്നെ. 2 ശിരസ്സും ഒരുമിത്ത്
ജീവിതത്തെ കുത്തിപ്പിടിക്കാനോ കേമം തന്നെ നമ്മിൽ വന്നല്ലോ ഭാഗ്യം നിന്നേ. ശമറേ